പ്രശസ്തമായ സൂര്യക്ഷേത്രം കാണുവാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അങ്ങ് അകലെയാ കാണുന്നതാണ് സൂര്യക്ഷേത്രം. കുറേ നടക്കാനുണ്ട്. കൈരുപായ മനോഹരമായ വഴികളാണ്. ഇരു സൈഡിലും പൂന്തോട്ടം പോലെ മനോഹരമായ ചെടികൾ വച്ചു പിടിപ്പിച്ചിരിക്കുന്നു. ശക്തിയായ വെയിലാണ് അവിടെ. ഒരു ആനയുടെ ശില്പമാണ്. മനോഹരമായി വെട്ടിയൊതുക്കിയ ചെടികൾ. അങ്ങനെ നടന്ന് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ടിക്കറ്റ് കൗണ്ടർ കടന്ന് അകത്ത് പ്രവേശിച്ചിരിക്കുന്നു. മനോഹരമായ മൈതാനം, ഉണങ്ങിയ നല്ല ചെടികൾ, പുൽത്തകിടികൾ എല്ലാം അത് വളരെ മനോഹരമായി പരിപാലിക്കുന്നു. ക്ഷേത്രം കാണുവാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ എത്തിയിരിക്കുന്നു. വളരെ തിരക്കായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. ഇത് ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു ഇടം കൂടിയാണ്. അവിടെ ആ ഫലകത്തിൽ എഴുതി വച്ചിരിക്കുന്ന അതിൻ്റെ ചരിത്രങ്ങളാണ്. വളരെ വിശദമായി തന്നെ എല്ലാം എഴുതി വച്ചിട്ടുണ്ട്. അത് വായിച്ചാൽ നമുക്ക് നന്നായി മനസ്സിലാവുന്നതാണ്. ഇംഗ്ലീഷ്, ഹിന്ദിയിലുമാണ്. ഇടനാഴി കടന്നിട്ട് വേണം നമുക്ക് മെയിൻ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ. അപാരമായ കൊത്തുപണികൾ നിറഞ്ഞ ഒരു ക്ഷേത്രം കൂടിയാണിത്. രണ്ട് സൈഡിലായിട്ട് ഒരു പ്രതിമ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ആ കാണുന്ന വലിയ രണ്ട് പ്രതിമയാണ്. അതിൻ്റെ താഴെയാണ് ആൾക്കാർ കൂടി നിൽക്കുന്നത്. ആനയുടെ മടിയിൽ ഒരു മനുഷ്യൻ കിടക്കുന്നു. ആനയുടെ പുറത്തായി വ്യാളി കയറി നിൽക്കുന്നു. അതാണ് ആ പ്രതിമയുടെ കുറിച്ചുള്ളത്. ഓരോ അണുവിലും മനോഹരമായ ശില്പങ്ങളാണ് ഇവിടെ തീർത്തിരിക്കുന്നത്. ഒറ്റനോട്ടത്തിലെല്ലാം ഒരുപോലെ ഇരിക്കുമെങ്കിലും വളരെ വ്യത്യസ്തമായ പ്രതിമകളാണ് കരിങ്കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത്. വളരെ വിശദമായി തന്നെ അത് കാണേണ്ടതായിട്ടുണ്ട്.
കാരണം അതുപോലെ മനോഹരമായ കൊത്തുപണികളാണ് അവിടെ ചെയ്തു വച്ചേക്കുന്നത്. ഒറീസ സംസ്ഥാനത്ത് പുരി ജില്ലയിൽ 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം. ആ സ്റ്റെപ്പ് കൊണ്ട് ആ സ്റ്റെപ്പെല്ലാം ക്ലോസ് ചെയ്തേക്കാണ്. നമ്മളെ അതിൻ്റെ മേളിലോട്ട് കയറ്റത്തില്ല. ക്ഷേത്രത്തിന് ഇടിഞ്ഞു വീഴാറായിരിക്കുക എന്നാണ് പറയുന്നത്. കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ സമയം കാണിക്കുന്ന ഒരു ചക്രമുണ്ട്, അതിനെക്കുറിച്ച് പറയാം. ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി സൂര്യദേവനാണ്. ആ കാണുന്നുണ്ടോ, ഹൈ ഹീൽട്ട ചെരുപ്പാണ് ആ കാണുന്നത്. അതുകൊണ്ടോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അതുപോലത്തെ ചെരുപ്പ് പ്രചാരത്തിലുണ്ടെന്നാണ്, ഉണ്ടായിരുന്നതായിട്ടാണ് ഇത് തെളിയിക്കുന്നതെന്നാണ് ആ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത്. ക്രിസ്തുവിന് ശേഷം 1236-നും 1264-നും ഇടയിൽ ജീവിച്ചിരുന്ന നരസിംഹദേവൻ ഒന്നാമൻ എന്ന ഗംഗേയ രാജാവാണ് ഇത് പണി കഴിപ്പിച്ചത്. അതുകൊണ്ട് ആനയുടെ മടിയിൽ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. അതിൻ്റെ മേളിൽ ആന, അതിൻ്റെ മേളിൽ വ്യാളി. ഇന്ത്യയിലെ സപ്താത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഈ ക്ഷേത്രം ഇടം പിടിച്ചിട്ടുണ്ട്. പണ്ട് രവീന്ദ്രനാഥ് ടാഗോർ ഇവിടെ വന്നപ്പോൾ പറഞ്ഞത്, ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യൻ്റെ ഭാഷയെ നിർവീര്യമാക്കുന്നു എന്നാണ്. അത് നമുക്ക് അവിടെ ചെന്നാൽ എത്ര സത്യമാണെന്ന് നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ മനോഹരമായ ജീവൻ തുടിക്കുന്ന കൊത്തുപണികളാണ് അവിടെ ചെയ്തു വച്ചേക്കുന്നത്. ഒഡീഷയിലെ ശില്പകലയുടെ ഉത്തമോദാഹരണമാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം. ഓരോ അണുവിലും ഉദാത്തമായ കൊത്തുപണികൾ ചെയ്ത് ഉദാത്തമായ ശില്പകലാ വൈദഗ്ധ്യം നമുക്കിവിടെ ദർശിക്കുവാൻ സാധിക്കും. ഒരു വലിയ രഥത്തിൻ്റെ ആകൃതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. മാർബിളിൽ തീർത്ത 7 കുതിരകളും 24 ചക്രങ്ങളും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. കലിംഗയുടെ അഭിമാനമായ ഈ ക്ഷേത്രം ആരെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ്. അതാണ് സമയം സൂചിപ്പിക്കുന്ന രഥചക്രം. അതിനെക്കുറിച്ചാണ് ആ ഗൈഡാണ് കുട ചൂട്ടിക്കൊണ്ട് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് അവരോട് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ താഴെ എന്നിട്ട് ഓരോ സമയവും അടയാളപ്പെടുത്തിയിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വാസ്തു വിദ്യാ വിസ്മയമാണ് കടൽ തീരത്തുള്ള ഈ ക്ഷേത്ര സമുച്ചയം.
ഈ ക്ഷേത്ര രഥം നിരവധി വിദേശീയരെയും സ്വദേശികളെയും അതിശയിപ്പിക്കുന്ന ഒരു നിർമ്മിതിയാണ്. വിനോദസഞ്ചാരികളുടെ പറുദീസയായും ഇവിടം അറിയപ്പെടുന്നു. ഇടതൂർന്ന കൊത്തുപണികളോടുകൂടിയ രഥചക്രങ്ങളിലൊന്നിൽ സമയമറിയുവാനുള്ള ഒരു ക്ലോക്കായും നിർമ്മിച്ചിരിക്കുന്നു. നിഴൽ മാറുന്നതനുസരിച്ച് താഴെ നിലത്ത് സമയം രേഖപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചതിനാൽ നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശനമില്ല. ഇത് ഇടിഞ്ഞു വീഴാതിരിക്കാനായി ഈ ക്ഷേത്രത്തിനകത്ത് കല്ലും മണ്ണും നിറച്ചിരിക്കുകയാണെന്നും പറയുന്നു. വാതിലുകളെല്ലാം അടച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സൂര്യക്ഷേത്രത്തിൻ്റെ താഴികക്കുടത്തിന് മുകളിൽ കാന്തിക സ്വഭാവമുള്ള ഒരു വലിയ കല്ല് ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള കടലിൽ കൂടി പോകുന്ന കപ്പലുകൾക്ക് ഇതിൻ്റെ കാന്തിക സ്വഭാവം കാരണം ദിശകൾ തെറ്റുന്നത് പതിവായി വന്നു. തൽഫലമായി ഈ കാന്തിക സ്വഭാവമുള്ള കല്ല് എടുത്തു മാറ്റി എന്നാണ് പറയപ്പെടുന്നത്. അതുമൂലം പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മറ്റ് ശിലകൾക്ക് ബലക്ഷയമുണ്ടായി ക്ഷേത്രം തകർച്ചയിലായി എന്നും പറയപ്പെടുന്നു. എന്നാൽ ഇതിന് ശാസ്ത്രീയമായി തെളിവുകൾ ലഭിച്ചിട്ടില്ല. ചൈനീസ് വ്യാപാരികളുടെ ശില്പങ്ങളും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ മുമ്പുണ്ടായിരുന്ന അരുണസ്തംഭം ഇപ്പോൾ പുരി ക്ഷേത്രത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കറുത്ത പഗോഡ എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ചന്ദ്രഭാഗ നദിയുടെ തീരത്തായിട്ടായിരുന്നു ഈ ക്ഷേത്രം പണിതത്. എന്നാൽ ഇന്ന് ആ നദി അവിടെ കാണാൻ സാധിക്കുന്നില്ല. കടൽ ഏറെ ഉൾവലിഞ്ഞിരിക്കുന്നു. ആയിരത്തി 400 ശില്പികൾ ചേർന്നാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കവിടെ കാണാൻ കണ്ടോ അങ്ങേറ്റത്ത് ഗോവണി പോലെയൊക്കെ വെച്ചേക്കുന്നത്. അത് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനം നടക്കുന്നത് കൊണ്ടാണ്. ചെറിയ തോതിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. കലിംഗ നിർമ്മാണ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 7 കുതിരയും 24 രഥചക്രങ്ങളും നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഓരോ ചക്രത്തിനും 8 ആരക്കാലുകളുണ്ട്. ഉദയസൂര്യൻ്റെ പ്രകാശരശ്മികൾ
പ്രധാന വിഗ്രഹത്തിന് മൂർത്താവിൽ പതിക്കുന്ന വിധമാണ് ഇതിൻ്റെ നിർമ്മിതി. ദൂരെ നിന്ന് നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കുമെങ്കിലും അടുത്ത് ചെന്ന് വിശദമായി നോക്കുമ്പോഴാണ് അതിൻ്റെ വ്യത്യസ്തത നമുക്ക് മനസ്സിലാകുന്നത്. താമര ഇതളുകൾ പോലെയുള്ള ഫൗണ്ടേഷനുകളാണ് അവിടെ തീർത്തിരിക്കുന്നത്. വിശാലമായ മുറ്റം വളരെ മനോഹരമായൊരു പൂന്തോട്ടമായി ഒരുക്കിയിരിക്കുന്നു. അതിശക്തമായ വെയിലാണ് അവിടെ അനുഭവപ്പെടുന്നത്. ആ കാണുന്ന ചെറിയ ശില്പങ്ങളുണ്ടോ, അത് ആനയെ മെതിക്കുന്നതിൻ്റെ രീതികളാണ് അവിടെ കൊത്തിവെച്ചേക്കുന്നത്. അങ്ങനെ ഓരോ ശില്പത്തിനും ഓരോ കഥകൾ പറയാനുണ്ട്. നമ്മളവിടെ ചെന്നാൽ ഗൈഡ് ഇത് വിശദമായി നമുക്ക് പറഞ്ഞു തരും. കൊത്തുപണികൾ കൊണ്ടും വാസ്തുവിദ്യ കൊണ്ടും ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഈ ക്ഷേത്രം ഏതൊരു ഭാരതീയനും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ്. ക്ഷേത്രത്തിനടുത്തൊരു വലിയ മരമുണ്ട് കേട്ടോ, അവിടെ നല്ല തണൽ, അവിടെ കൊണ്ടോ ആൾക്കാരെല്ലാം വന്ന് വിശ്രമിക്കുകയാണ്. അതുപോലെ ചൂടായിരുന്നു. കുറച്ച് മാറി ഒരു നവഗ്രഹ ക്ഷേത്രമുണ്ട് അവിടെ. അവിടേക്ക് പോകുന്ന ഭക്തരെയാണ് നമ്മൾ കാണുന്നത്. അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രാർത്ഥിക്കാം, വഴിപാട് ചെയ്യാം, അതിനൊക്കെ സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്.